വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ നമുക്കിന്ന് പുതിയ വിഭവം കാണാം. കപ്പ കൊണ്ടുള്ള വിഭവമാണ്. കപ്പയും മത്തിയും വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ കപ്പ നന്നായി മുറിച്ചിടുക. അതിലേക്ക് ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി അരിഞ്ഞത് എന്നിവയാണ് ഇട്ടത്. 2 തള തിളക്കുമ്പോൾ അതിലേക്ക് മത്തി ഇടുക. അത് മേലെ തന്നെ ഇടേണ്ടതാണ്. അത് വന്നിട്ടാകുമ്പോൾ നമുക്കതിൻ്റെ മുള്ള് കളഞ്ഞിട്ട് വേണം അത് മാറ്റിയിട്ട് തിരിച്ച് അതിലേക്ക് തന്നെ ഇട്ടിട്ട് നല്ലോണം ഉടച്ചെടുക്കാൻ. അതുകൊണ്ടാണ് അങ്ങനെ വെന്ത മത്തീനെ എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. എന്നിട്ട് അതിൻ്റെ മുള്ളൊക്കെ കളയുക. ഓരോന്നോരോന്നെടുത്ത് മുള്ളങ്ങനെ കളഞ്ഞെടുക്കുക. എന്നാലാണ് നല്ല ടേസ്റ്റിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ മുള്ളൊക്കെ തൊണ്ടയിലൊക്കെ തറിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഫുള്ള് നല്ലോണം എല്ലാറ്റിൻ്റെയും മുള്ളൊക്കെ കളയുക. ഓരോന്നോരോന്നെടുത്ത് നന്നായിട്ട് മുള്ള കളയുക. ഞാൻ ചൂടോടെ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ മെല്ലനെ ആക്കുന്നത്. കുറച്ച് തന്നിട്ടാണെങ്കിൽ പെട്ടെന്നാകും. പക്ഷേ ചൂടോടെ ഉടച്ചാലാണ് കപ്പയൊക്കെ ഉടഞ്ഞ് കിട്ടും. അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ മുള്ളൊക്കെ കളഞ്ഞെടുത്തു. അത് നേരെ കപ്പയിലോട്ടേക്ക് തന്നെ മാറ്റുക. എന്നിട്ട് അത് നന്നായിട്ട് ഉടച്ചെടുക്കുക. നല്ലോണം ഉടച്ച് മിക്സ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിന് ടേസ്റ്റൊക്കെ വരും. നല്ലോണം ഉടച്ച് മിക്സ് ചെയ്യുക. അതിനുശേഷം അടുപ്പത്തൊരു പാത്രം വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കടുക് പൊട്ടിക്കുക. ഇത് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചെയ്യണേ, ലൈക്കും ചെയ്യണേ. അപ്പോൾ കടുക് പൊട്ടിച്ചിട്ടാകുമ്പോൾ അത് നേരെ കപ്പയുടെ മിക്സിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്തെടുക്കേണ്ടതാണ്. ഇവിടെ കറിവേപ്പിലയും വറ്റൽമുളകും ഇടാവുന്നതാണ്. അടുപ്പത്ത് നിന്നാക്കിയ പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ മുറ്റത്ത് അടുപ്പത്ത് നിന്നാക്കിയിട്ടുണ്ടായത്. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തിട്ട് വിളമ്പാവുന്നതാണ്. അപ്പോൾ ഈ വിഭവം റെഡിയായി.